എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന 100 കൺഫ്യൂസിംഗ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണിയമ്മ. മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാട് ഗോവിന്ദ പിഷാരടി. മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണിയമ്മ. മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാട് ഗോവിന്ദ പിഷാരടി. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി സുകുമാർ സെൻ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രണ്ടാമത്തെ വ്യക്തി KVK സുന്ദരം. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി സുകുമാർ സെന്നും ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രണ്ടാമത്തെ വ്യക്തി KVK സുന്ദരവുമാണ്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് 1961 മെയ് 20. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് 1961 മെയ് 20. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി VP മേനോൻ. VP മേനോനാണ് ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. കേരളത്തിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. കേരളത്തിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി V വിശ്വനാഥൻ. V വിശ്വനാഥനാണ് കേരളത്തിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ. തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ്. സെറിബ്രൽ ഹെമറേജ് ആണ് തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ്. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫൈബ്രിനോജൻ. ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. കാൽസ്യമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ഇന്ദിരാ പോയിന്റാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ. ജമ്മു ആൻഡ് കാശ്മീരിലെ ഇന്ദിരാക്കോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം. ജാപ്പനീസ് നഗരമായ ഹിരോഷിമയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ്. ജാപ്പനീസ് നഗരമായ ഹിരോഷിമയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ് ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് ആണ് ജാപ്പനീസ് നഗരമായ ഹിരോഷിമയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ്. ജാപ്പനീസ് നഗരമായ നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ്. ജാപ്പനീസ് നഗരമായ നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ് ഫാറ്റ്മാൻ. ഹിരോഷിമയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ് ലിറ്റിൽ ബോയ്. ഫാറ്റ്മാൻ ആണ് ജാപ്പനീസ് നഗരമായ നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. കാവേരിയാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ. കൃഷ്ണ നദിയാണ് അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്. സർവൻസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. സർവൻസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. സർവൻസ് ഓഫ് ഗോഡ് സ്ഥാപിച്ചത്. സർവൻസ് ഓഫ് ഗോഡ് സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സർവൻസ് ഓഫ് ഇന്ത്യ ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഗോഡ് സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം
ത്രോംബിൻ. ത്രോംബിനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജൻ. ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബിൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജൻ. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദിയും നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയുമാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ വൈസ് ചെയർമാൻ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ഗുൽസരിലാൽ നന്ദ. ഗുൽസരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ വൈസ് ചെയർമാൻ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖം ക്രെട്ടിനിസം. ക്രെട്ടിനിസമാണ് തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖം. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖം. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖം മിക്സിഡീമ. മിക്സിഡീമയാണ് തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ക്രെട്ടിനിസം എന്ന അസുഖം, തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ മിക്സിഡീമ എന്ന അസുഖമാണ് ഉണ്ടാകുന്നത്. ദേശീയ ഹിന്ദി ദിനം. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. ലോക ഹിന്ദി ദിനം ജനുവരി 10. ജനുവരി 10 ലോക ഹിന്ദി ദിനവും സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനവുമാണ്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ആരുടെ വരികളാണിത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണ് കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്നത്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. ആരുടെ വരികളാണിത്? കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണിമാഷ്. കുഞ്ഞുണ്ണിമാഷിൻ്റെ വരികളാണ് കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം എന്നത്. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡുമാണ്. മീനാമാത രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീനാമാത രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. ഇതായ് രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതായ് രോഗം കാഡ്മിയം. കാഡ്മിയവുമായിട്ടാണ് ഇതായ് രോഗം ബന്ധപ്പെട്ടിരിക്കുന്നത്. മീനമാത രോഗം മെർക്കുറി ലോഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത് പ്രയാഗ്രാജും ഹാൽഡിയയും. പ്രയാഗ്രാജ് ഹാൽഡിയയാണ് ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 2 NW2 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് സാദിയ ധുബ്രി. സാദിയയും ധുബ്രിയുമാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 3 NW3 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോട്ടപ്പുറം. കൊല്ലം കോട്ടപ്പുറത്തെയാണ് ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 4 NW4 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനഡ പുതുച്ചേരി. കാക്കിനഡയും പുതുച്ചേരിയുമാണ് ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത്. മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം. മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സിങ്കോണ. സിങ്കോണയിൽ നിന്നുമാണ് മലേറിയക്കെതിരായി ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്നത്. രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ വിൻക്രിസ്റ്റിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം. രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ വിൻക്രിസ്റ്റിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം ശവം നാറി. രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ വിൻക്രിസ്റ്റിൻ വേർതിരിച്ചെടുക്കുന്നത് ശവം നാറിയിൽ നിന്നും മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്നത് സിങ്കോണയിൽ നിന്നുമാണ്.
ഉയർന്ന രക്തസമ്മർദ്ദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം. ഉയർന്ന രക്തസമ്മർദ്ദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സർപ്പഗന്ധി. സർപ്പഗന്ധിയിൽ നിന്നുമാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറും അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. അധ്യാപക ദിനം. അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5-നാണ് അധ്യാപക ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. സെപ്റ്റംബർ 5-ന് അധ്യാപക ദിനവും നവംബർ 11-ന് ദേശീയ വിദ്യാഭ്യാസ ദിനവുമാണ്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത VS രമാദേവി. VS രമാദേവിയാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി TN ശേഷൻ. TN ശേഷനാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി. VS രമാദേവി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി TN ശേഷൻ. ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത VS രമാദേവി. VS രമാദേവിയാണ് ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ദീപക് സന്ധു. ദീപക് സന്ധു ആണ് ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് G. ശങ്കരക്കുറുപ്പ്. G. ശങ്കരക്കുറുപ്പാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയും ആദ്യത്തെ മലയാള നോവലിസ്റ്റും SK പൊറ്റക്കാട്ട്. SK പൊറ്റക്കാട്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയും ആദ്യ മലയാള നോവലിസ്റ്റും. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നേടിയത് G. ശങ്കരക്കുറുപ്പാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയും ആദ്യത്തെ മലയാള നോവലിസ്റ്റുമാണ് SK പൊറ്റക്കാട്ട്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K. വിറ്റാമിൻ K ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റ്സ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെയും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റ്സുമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അയോർട്ട. അയോർട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലാണ് ക്യാപ്പിലറീസ്. ക്യാപ്പിലറീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴൽ. അയോർട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ. മഹർഷി എന്നറിയപ്പെട്ട ഭാരതരത്നം നേടിയ വ്യക്തി ആരാണ്? മഹർഷി എന്നറിയപ്പെട്ട ഭാരതരത്നം നേടിയ വ്യക്തി DK കാർവേ. DK കാർവേയാണ് മഹർഷി എന്നറിയപ്പെട്ട ഭാരതരത്നം നേടിയ വ്യക്തി. രാജർഷി എന്നറിയപ്പെട്ടത് ആര്? രാജർഷി എന്നറിയപ്പെട്ടത് പുരുഷോത്തം ദാസ് ടണ്ടൻ. പുരുഷോത്തം ദാസ് ടണ്ടനാണ് രാജർഷി എന്നറിയപ്പെട്ടത്. മഹർഷി എന്നറിയപ്പെട്ടത് DK കാർവേയും രാജർഷി എന്നറിയപ്പെട്ടത് പുരുഷോത്തം ദാസ് ടണ്ടനുമാണ്. ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം. ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ. സത്താറയാണ് ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം. ദത്താവകാശ നിരോധന നിയമപ്രകാരം അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം. ദത്താവകാശ നിരോധന നിയമപ്രകാരം അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം അവധ്. അവധാണ് ദത്താവകാശ നിരോധന നിയമപ്രകാരം അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാര്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ള. പന്തളം KP രാമൻപിള്ളയാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്നതാണ് ഗാനം രചിച്ചത്.
ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത്? ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മ. പന്തളം കേരളവർമ്മയാണ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം, തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട പണ്ടാരപ്പാട്ട വിളംബരം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗമേത്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം പാർട്ട് 3, മൗലികാവകാശങ്ങൾ, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. പാർട്ട് 3 ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം പാർട്ട് 3. കുറത്തി എന്ന കവിത രചിച്ചത്? കുറത്തി എന്ന കവിത രചിച്ചത് കടമ്മിനിട്ട രാമകൃഷ്ണൻ. കടമ്മിനിട്ട രാമകൃഷ്ണനാണ് കുറത്തി എന്ന കവിത രചിച്ചത്. സഹോദരി കുറത്തി എന്ന കവിത രചിച്ചത്? സഹോദരി കുറത്തി എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് സഹോദരി കുറത്തി എന്ന കവിത രചിച്ചത്. കുറത്തി എന്ന കവിത രചിച്ചത് കടമ്മിനിട്ട രാമകൃഷ്ണൻ. സഹോദരി കുറത്തി സഹോദരൻ അയ്യപ്പനാണ് രചിച്ചത്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ബൽവന്ത് റായ് മേത്ത ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. UN ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്? UN ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയി. മാതാ അമൃതാനന്ദമയിയാണ് UN ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്. UN തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളി. UN തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളി VK കൃഷ്ണമേനോൻ. മാതാ അമൃതാനന്ദമയിയാണ് UN ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്. VK കൃഷ്ണമേനോൻ UN തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളിയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. CK ലക്ഷ്മണാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. PT ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. പന്തിഭോജനം സംഘടിപ്പിച്ചത്? പന്തിഭോജനം സംഘടിപ്പിച്ചത് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയാണ് പന്തിഭോജനം സംഘടിപ്പിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. പന്തിഭോജനം തൈക്കാട് അയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ. മിശ്രഭോജനം സംഘടിപ്പിച്ചത്? മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. പ്രീതിഭോജനം സംഘടിപ്പിച്ചത്? പ്രീതിഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് പ്രീതിഭോജനം സംഘടിപ്പിച്ചത്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ സംഘടിത കലാപം? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചതാര്? എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് AK ഗോപാലൻ. AK ഗോപാലനാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത്.
എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ പൂർവ്വകാല സ്മരണകൾ AK ഗോപാലൻ. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്? ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മസൂരി. മസൂരിയാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ. കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്. ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി മസൂരി, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി കൊടൈക്കനാൽ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം? മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡം. അണ്ഡമാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം? മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജം. ബീജമാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം? മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. നാഡീകോശമാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. കണ്ണൂരിലെ ചിറക്കിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. എറണാകുളത്താണ് കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം പത്തനംതിട്ട. പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ പ്രസ്? കേരളത്തിലെ ആദ്യത്തെ പ്രസ് ജസ്യൂട്ട് പ്രസ്. ജസ്യൂട്ട് പ്രസ്സാണ് കേരളത്തിലെ ആദ്യത്തെ പ്രസ്. കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടി നടന്ന പ്രസ്? കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടി നടന്ന പ്രസ് CMS പ്രസ്. CMS പ്രസ്സിലാണ് കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടി നടന്ന പ്രസ്. കേരളത്തിലെ ആദ്യത്തെ പ്രസ് ജസ്യൂട്ട് പ്രസ്. കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടി നടന്ന പ്രസ് CMS പ്രസ്. കേരളീയർ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ പ്രസ്? കേരളീയർ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ പ്രസ് കേരളവിലാസം പ്രസ്. കേരളവിലാസം പ്രസ്സാണ് കേരളീയർ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ പ്രസ്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത്? ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് CV രാമൻ. CV രാമനാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷെഡ്ജി ടാറ്റ. ജംഷെഡ്ജി ടാറ്റയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് CV രാമൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷെഡ്ജി ടാറ്റ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.